അടുത്ത വർഷം നവംബർ 1-നകം കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷനിലെ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2016-ൽ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതി എല്ലാവർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി പട്ടയ വിതരണം കാര്യക്ഷമമായി നിർവഹിച്ചു. ഇതോടൊപ്പം ലൈഫ് മിഷൻ ആരംഭിച്ചു. കഴിഞ്ഞ 8 വർഷത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 3,58,000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയവും 4,25,000-ലധികം വീടുകളും നൽകാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് തൃശൂർ കോർപ്പറേഷനിൽ ഭൂമി വിതരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാറ്റാംപുറത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ V ആന്റണി, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.